ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മുത്തശ്ശി എഴുന്നേൽക്കുമ്പോൾ രാമചേട്ടനോട് ചോദിക്കുന്നുണ്ട്, എന്താണോ അടുക്കളയിൽ ബഹളം എന്ന് കേൾക്കുമ്പോൾ അതേ ലാവണ്യ കുഞ്ഞ് ഫുഡ് ഉണ്ടാക്കണത്. ഓ, പരിഷ്കാരിയുടെ ഫുഡ്, പോയി നോക്കട്ടെ എന്ന് മുത്തശ്ശിയോട് പോവാണ്. പിന്നെ കാണിക്കണത് കാറിലിരിക്കുന്ന സമയത്ത് അമ്മായി പറയുന്നുണ്ട് ശ്രുതിയെടുത്തും പ്രീതിയെടുത്തും, ദേ നിങ്ങൾക്ക് കാറിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് എന്ന് പറയുമ്പോൾ പ്രീതി മേടിക്കാൻ പോവാണ്. ഇതിൻ്റെ കൊതിച്ചു കുഞ്ഞിനുള്ളതാണ്, അവൾക്ക് കൊടുക്കുന്നു പറയുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുമ്പോൾ ശ്രുതി ആകെ ഞെട്ടിപ്പോകുവാണ്. ജിലേബിയാണ്. ഹായ് ജിലേബി എന്നിട്ട് തിന്നുമ്പോൾ അമ്മായി പറഞ്ഞിട്ട് തിന്ന് തീർക്കരുത്, ട്രെയിനിൽ നിന്ന് കഴിക്കാനുള്ളതാടി, അവിടെ വടയും ചായക്കേ കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്രുതി ചിരിച്ചുകൊണ്ട് അത് കഴിക്കുക കേട്ടോ. പെട്ടെന്ന് ശ്രുതി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ശ്രുതിക്ക് എന്തോ ഒരു ഐഡിയ തോന്നുവാണ്. ശ്രുതി പെട്ടെന്ന് തന്നെ ചേട്ടാ വണ്ടി തിരിക്കി വീട്ടിലേക്കിനെ തിരിക്കി, നീ എന്താടി പറയണതെന്ന് അമ്മായി ചോദിക്കുമ്പോൾ അമ്മായി അതൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാം, വണ്ടി തിരിക്ക് ചേട്ടാ, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം, എനിക്ക് നല്ലൊരു ഐഡിയ മനസ്സിൽ വന്നു, നീ എന്തൊക്കെയാണ് പെൺകുച്ച് പറഞ്ഞത്, നിനക്ക് മുട്ട് പ്രാന്താണോടി എന്നൊക്കെ ചോദിക്കുക കേട്ടോ അമ്മായി. ആ സമയത്ത് നമ്മുടെ പിന്നെ കാണിക്കുന്ന മുത്തശ്ശീനെയാണ്. മുത്തശ്ശി അടുക്കളയിൽ പോയി നോക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും നമ്മുടെ പോമണ സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കാണിക്കുന്ന ശ്രുതിനെ തന്നെയാണ്. ശ്രുതി പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ തങ്കച്ചൻ ചേട്ടനെ കാണുവാട്ടോ. ആ ചേട്ടാ, ഞാൻ ചേട്ടനെ കാണാൻ നിൽക്കുമായിരുന്നു, എന്താ മോളെ ചോദിക്കുമ്പോഴേക്കും, നിങ്ങൾ എവിടെ പോയത് രാവിലെ? അതൊരു സ്ഥലം വരെ പോയതാ ചേട്ടാ, എന്താ മോള് കാണണമെന്ന് പറഞ്ഞത്? അതെ, നമ്മുടെ അവിടെ റോഡ് സൈഡിൽ സുഗുണൻചേട്ടൻ്റെ കടയില്ലേ, ഒഴിഞ്ഞ കട, ആ കട എനിക്കൊന്ന് കിട്ടുമോ? എന്തിനാ മോൾക്കത്? ഞാനൊരു സ്വീറ്റ്സിൻ്റെ കട തുടങ്ങാൻ പോവാ. സ്വീറ്റ്സിൻ്റെയോ? അതെ, ലൈവായിട്ട് സ്വീറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഷോപ്പ് എന്ന് പറയുവാണ്. ഇതെല്ലാം കേട്ട അമ്മായും പ്രീതിയും വായ പൊളിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ആ ചേട്ടൻ പറയുന്നുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ മോൾ, അന്വേഷിച്ചിട്ട് ഞാൻ പറയാം മോളോടെന്ന് പറയുവാണ്. പറയത്ത് ശ്രുതി പറയണ്ടേ, വാടകയൊക്കെ കൃത്യമായിട്ട് തന്നോളാം ചേട്ടാ എന്ന് പറയുമ്പോൾ, ഞാൻ അന്വേഷിച്ചിട്ട് പറയാൻ മോളെന്ന് പറയുകയാണ്. തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും അമ്മായി ചോദിക്കുന്നത്, നിനക്ക് മുഴുവട്ടാണോ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് തുടങ്ങാൻ പോണ പോലും? എന്തായ്മേ ഈ സ്വീറ്റ്സിൻ്റെ ഷോപ്പ് തുടങ്ങിയത്ര പ്രശ്നം? ഇവിടെ അധികം ആൾക്കാരൊന്നും സ്വീറ്റ്സിൻ്റെ ഷോപ്പ് തുടങ്ങിയിട്ടില്ല, അപ്പോൾ നമ്മൾ തുടങ്ങിയ ചിലപ്പോൾ ഹിറ്റാവും. അത് പാലക്കാട് ലൈവായിട്ട് സ്വീറ്റ്സ് ആൾക്കാർ വാങ്ങിക്കും അമ്മായി എന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഇവൾ പറഞ്ഞതിലും എന്തോ കാര്യമുണ്ടെന്നാണ് അമ്മായി എനിക്ക് തോന്നണമെന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതെ, എനിക്ക് ഈ ഐഡിയ പറഞ്ഞത് ആരാന്നറിയാവോ? അമ്മായിയുടെയും എൻ്റെ ചേച്ചിയുടെയൊക്കെ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണൻ എന്നിട്ട് കാറിൽ നിന്ന് പറഞ്ഞെന്നോ? അതെ, കാറിൽ നിന്ന് തന്നെ പറഞ്ഞെന്നു. ഞാനിവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കൃഷ്ണൻ കുറച്ച് അടയാളമൊക്കെ കാണിച്ചിരുന്നു, കാറിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും അടയാളം കാണിച്ചിട്ടാണെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന്. അപ്പോഴാണ് സ്വീറ്റ്സ് തന്നത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു ബുദ്ധിയാണ് സ്വീറ്റ് ഷോപ്പ് തുടങ്ങിയാലോ എന്ന് പറയുമ്പോഴേക്കും, എന്നാലും ഇതൊന്നും വേണ്ട, ഇതൊന്നും ശരിയാവില്ലെന്ന് പറയുമ്പോൾ, ഇതൊക്കെ ശരിയാവും അമ്മായി എന്ന് പറയുമ്പോൾ, എങ്കിൽ ശരി, സ്വീറ്റ് ഷോപ്പിന് തുടങ്ങാൻ ഒരു കടക്ക് തുടങ്ങാൻ ഒരു പേര് കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോഴേക്കും അമ്മായിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാണ് ശ്രുതി. എന്ത് പേരിടും? അമ്മായിയുടെ പേരിട്ടാലോ എന്ന് അമ്മായിയുടെ ശ്രുതി ചോദിക്കുമ്പോൾ, അത് വേണ്ട, ആ മറ്റേ പേരിനെ മതി, ആ കട പാലക്കാട്ടെ പേര് മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും, അത് കൊള്ളാം. അപ്പോഴേക്കും ആ ചേട്ടൻ വരുന്നുണ്ട്, കൊള്ളാലോ മഹാലക്ഷ്മി സ്വീറ്റ്സ്, എങ്കിൽ ഞാനൊരു നല്ലൊരു ഗുഡ് ന്യൂസും കൂടി നിങ്ങളുടെ അടുത്ത് പറയട്ടെ, ദേ സുഗുണൻ ചേട്ടൻ കട തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അതിനുശേഷം തങ്കച്ചൻ ചേട്ടാ പറയുന്നുണ്ട്, ദേ ആദ്യത്തെ കച്ചവടം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആവട്ടെ, ഒരു പരിപാടിയുണ്ട്, 100 ജിലേബിയും 100 ഹൽവ 100 എന്തോ ഒരു സംഭവം കൂടി പറയുന്നുണ്ട്, എനിക്ക് തന്നെ തന്നോളൂ, ദേ അഡ്വാൻസ് 1000 രൂപ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുകയാണ്. വലത് കൈ കൊണ്ട് മേടിച്ചു മോളെ, എൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് മേടിച്ചവരാരും ഇതുവരെ രക്ഷപ്പെടാതിരുന്നിട്ടില്ല എന്ന് പറയുകയാണ്. നമ്മുടെ ശ്രുതി സന്തോഷത്തോടു കൂടി ആ 1000 രൂപ മേടിക്കുകയാണ്. അതിനുശേഷം സന്തോഷം അടക്കാൻ പറ്റാണ്ട് ശ്രുതിയും പ്രീതിയും പരസ്പരം മുഖത്തോടും മുഖം നോക്കി അങ്ങനെ ഇരിക്കുവാട്ടോ. നമ്മുടെ ശ്രുതിനെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുകയാണ് അമ്മായി. അതിനുശേഷം കാണിക്കണം അടുക്കളയിൽ നമ്മുടെ മനോരമ നോക്കുമ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ടോ, എൻ്റെ മൈ ഗോഡ്, വരുന്നുണ്ട് അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുകയാണ്. അവിടെ ഒളിഞ്ഞു നിൽക്കുകയാണ് അമ്മായി. അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. മനോരമ അവിടെ ഒളിഞ്ഞും പാത്ത് നിൽക്കുന്ന സമയത്ത് ലാവേണ്ടി ചോദിക്കേണ്ടേ, എന്തായി നിൻ്റെ കറി, ഈസ്റ്റ് ശരിയായോ? അത് ശരിയായിക്കൊണ്ടിരിക്കണു, ഇതെന്താ കുക്കറിൽ എന്ന് ചോദിക്കുമ്പോൾ മനോരമ അവിടെ നിന്ന് ആക്ഷൻ വഴി കാണിക്കേണ്ടി വരുമെന്ന്. പക്ഷേ ലാവണ്യക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിലും പകുതി മനസ്സിലാവുന്നില്ല കേട്ടോ. അത് കുക്കറിൽ വെജിറ്റബിൾസോ നീ വെജിറ്റബിൾസ് കുക്കറിലാണോ വെച്ച് വേവിച്ചതെന്ന് ചോദിക്കുമ്പോൾ, യെസ്, എന്നിട്ട് നീ അതിൽ എന്തൊക്കെ ഇട്ടു എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, അതിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു, ഓയിലിട്ടു, പിന്നെ കടുക് പൊട്ടിച്ചു എന്നൊക്കെ പറയാണ്, ഉപ്പിട്ടു, ഇത് മാത്രമേ ഇട്ടുള്ളൂ, യെസ് അത് മാത്രമേ ഇട്ടുള്ളൂ, അപ്പോൾ വെജിറ്റബിൾസ് ഒന്നും ഇട്ടില്ല, യെസ് അതിന് മുമ്പേ ഇട്ടു, അതല്ലേ ആദ്യം പറയേണ്ടതെന്ന് പറയാണ്. വെജിറ്റബിൾസ് എന്തൊക്കെ ഇട്ടു എന്ന് ചോദിക്കുമ്പോൾ മനോരമ അവിടെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ആ സമയത്ത് ലാവണ്യ പറഞ്ഞിട്ട് പൊട്ടാറ്റോ, ക്യാപ്സിക്കം, ഗ്രീൻ ചില്ലി അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരി ലാവണ്യേ, നിൻ്റെ പാചകമൊക്കെ നടക്കട്ടെ, ഇത് പക്ഷേ വളരെ കുറവ് കറിയാണല്ലോ, എല്ലാവർക്കും കഴിക്കാൻ ഈ കറി മതിയാവില്ല, നീ പുതിന ചമ്മന്തി കൂടി ഉണ്ടാക്കുക. പുതിന ചമ്മന്തിയോ? അതെ, അത് നീ കേട്ടില്ലേ, പുതിന ചമ്മന്തി ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് വേണ്ടത് പറഞ്ഞേ. അതിനാദ്യം എന്ന് പറയുമ്പോഴേക്കും മനോരമ ആക്ഷൻ കാണിക്കേണ്ട ഇല വേണം. ഇലയോ? എന്തില വേണം എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ, ഇല ദേ
ക്യാബേജിൻ്റെ ഇല പുതിന ചമ്മന്തി ഉണ്ടാക്കിയ ക്യാബേജിൻ്റെ ഇലയോ പുതിനയില ഉണ്ടാക്കിയ ക്യാബേജിൻ്റെ ഇല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി അവിടെ നിന്ന് പോകുകയാണ്. അതിനുശേഷം കാണിക്കണം നമ്മുടെ അഞ്ജലിനെയും അതുപോലെ തന്നെ ശ്യാമിനെയും അശ്വിനെയൊക്കെയാണ്. അവർ അമ്പലത്തിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അഞ്ജലി ഒരു തുണി നമ്മുടെ അശ്വിൻ്റെ കൈ കൊടുക്കേണ്ടത് നിൻ്റെ കാറിൽ കെട്ടണം, പൂജാരി തന്നതാ ചേച്ചി, എനിക്കിതിലൊന്നും വിശ്വാസമില്ല, ഇതൊന്നും കാറിൽ കെട്ടിത്തൂക്കാൻ പറ്റില്ല, ദേ നിന്റെ ചേച്ചി തരുന്നതല്ലേ അശ്വിനെ, വാങ്ങിക്കുക, ചേച്ചിയുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടല്ലേ, അല്ലെങ്കിൽ അവൾക്കത് വിഷമമില്ല, ദേ ഇതിവിടെ കെട്ടി വെച്ചിട്ട് ആർക്കും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ശ്യാം ആ തുണി അവിടെ കെട്ടി വെക്കുക കേട്ടോ. അതിനുശേഷം ലാവണ്യ പറയുന്നുണ്ട് വാ ഇറങ്ങുക വീട്ടിലേക്ക് കയറാം എന്ന് പറഞ്ഞിട്ട് അവർ ഇറങ്ങുവാണ്. ശേഷം കാണിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ അമ്മായിയും ശ്രുതിയും പ്രീതിയൊക്കെ കുളിച്ച് സുന്ദരികളായിട്ട് കട ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുവാണ് കേട്ടോ. അങ്ങനെ കടയൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഇന്നലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ കടയൊക്കെ ഇങ്ങനെ തുറക്കുന്നുണ്ട്. തുറന്നു കഴിയുമ്പോഴേക്കും ഏറെക്കുറെ സാധനങ്ങളൊക്കെ തങ്കച്ചൻ ചേട്ടൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഫ്രിഡ്ജ്, അതുപോലെ തന്നെ സ്വീറ്റ്സ്, കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആഹാ നിങ്ങൾ താമസിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് തങ്കച്ചേട്ടൻ വരുന്നുണ്ട്. ഇനി മോളെ നമുക്ക് അടുക്കളയൊക്കെ ശരിയാക്കണ്ടേ വാ എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെയും പ്രീതിനെയും വിളിച്ചിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അതിനുശേഷം അടുക്കളയിലേക്കുള്ള ബെഞ്ചും ഡെസ്കും ഗ്യാസ് സ്റ്റവൊക്കെ ശരിയാക്കി വെക്കുക കേട്ടോ. പ്രീതിക്കും വല്ലാതെ ശ്രുതിക്ക് സന്തോഷമാണ്. ശ്രുതി അങ്ങനെ ബോർഡൊക്കെ വെക്കാനായിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.